തൃശൂർ തേക്കിൻകാട് മൈതാനത്തെ കലോത്സവ വേദിക്കെതിരായ ഹർജി ഹൈക്കോടതി തള്ളി. ഹർജിക്കാരന് 10,000 രൂപ പിഴ ചുമത്തിക്കൊണ്ടാണ് ദേവസ്വം ബെഞ്ച് ഹർജി തള്ളിയത്. നിയമപ്രക്രിയയുടെ ദുരുപയോഗമാണിതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നേരത്തെ ഈ കലോത്സവത്തിനായി തൃശൂർ തേക്കിൻകാട് മൈതാനി അത് തെരഞ്ഞെടുത്ത സമയത്ത് തന്നെ ഇതിനെതിരെ ഒരു ഹർജി ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. അതായത് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന പ്രദേശമാണ്, ക്ഷേത്രത്തിന്റെ ഭൂമിയാണ്, വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ മൈതാനിയാണ്. അതുകൊണ്ട് അവിടെ ഇത്തരത്തിൽ ചട്ടങ്ങൾ പാലിച്ചു മാത്രമേ അവിടെ ഇതിനെ വേദിയാക്കാവൂ എന്ന് കോടതി അന്ന് കർശന നിർദ്ദേശം നൽകിയതാണ്. ആ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോടതി അങ്ങനെ ഒരു നിർദ്ദേശം അന്ന് നൽകിയത്. അതായത് പരിസ്ഥിതി സംരക്ഷിക്കണം, മരങ്ങൾക്കും മറ്റും കേടുപാടുകൾ വരുത്തരുത്, അങ്ങനെ ഒട്ടേറെ നിബന്ധനകളോടെ അന്ന് കോടതി അനുമതി നൽകുകയും ചെയ്തു. അങ്ങനെ അനുമതിയുടെ അടിസ്ഥാനത്തിൽ കലോത്സവം ആരംഭിക്കാനിരിക്കെയാണ് വീണ്ടും തൃശൂർ സ്വദേശിയായ ഹർജിക്കാരൻ കോടതിയെ സമീപിച്ച് അവിടെ ഇത്തരത്തിൽ നിയമവിരുദ്ധമായ പ്രവൃത്തി നടക്കുന്നുണ്ട്, അതുകൊണ്ട് ആ കലോത്സവം അവിടെ നടത്താൻ പാടില്ല എന്നൊക്കെ ഹർജിക്കാരൻ വീണ്ടും ഒരു വാദം ഉന്നയിച്ചപ്പോഴാണ് പൊതു താല്പര്യ ഹർജിയായിട്ടാണ് ഈ ഹർജി സമർപ്പിച്ചത്. ദേവസ്വം ബെഞ്ച് അത് തള്ളി എന്ന് മാത്രമല്ല, പിഴയടക്കം ചുമത്തിക്കൊണ്ടാണ് ഈ ഹർജി തള്ളിയിരിക്കുന്നത്. ഹർജിക്കാരന് 10,000 രൂപ പിഴയാണ് കോടതി ചുമത്തിയത്. ഇത് ഇത്തരത്തിലുള്ള പൊതു താല്പര്യ ഹർജി എന്ന ആ ഹർജി, അതുമായി ബന്ധപ്പെട്ട നിയമപ്രക്രിയയുടെ തന്നെ ദുരുപയോഗമാണ് ഇത്തരത്തിലൊരു ഹർജിയുമായി എത്തിയത് എന്നാണ് കോടതി നിരീക്ഷിച്ചത്. കാരണം ഈ കലോത്സവ വേദിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഉത്തരവ് നേരത്തെ തന്നെ കോടതി പുറപ്പെടുവിച്ചതാണ്. അത് പാലിച്ച് അവിടെ അതിന് അനുമതി നൽകിയതുമാണ്. അതുപോലും നോക്കാതെയാണ് വീണ്ടും ഹർജി ഫയൽ ചെയ്തത് എന്ന് വിമർശിച്ചുകൊണ്ടാണ് ഈ ഹർജി കോടതി തള്ളുകയും ഒപ്പം 10,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. ഷമി. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.